ദൈവത്തിന്റെ തന്ത കളിക്കുന്ന അപ്പോസ്തലന്മാർ. അത്ഭുത രോഗശാന്തി കച്ചവടം നടത്തുന്ന സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാരുടെ മട്ടും ഭാവവും കണ്ടാൽ ഇവന്മാരാണ് ദൈവത്തെ സൃഷ്ടിച്ചത്, ഇവന്മാരുടെ വെറും കയ്യാളുകളാണ് ദൈവമെന്ന് തോന്നിപ്പോകും. അത്ഭുത രോഗശാന്തി തട്ടിപ്പുകൾ നടത്തുമ്പോൾ ഇവന്മാർ പറയുന്ന സ്ഥലത്ത്, പറയുന്ന കാലത്ത്, പറയുന്ന നേരത്ത് രോഗസൗഖ്യം കൊടുക്കുക എന്നതാണ് ദൈവത്തിന്റെ ഉത്തരവാദിത്തം. അത്ഭുത രോഗശാന്തി പരിപാടികൾക്കിടയിൽ അപ്പോസ്തലന്മാർക്ക് ഇടയ്ക്ക് പണി കിട്ടാറുള്ളത് നാം ധാരാളം കണ്ടിട്ടുണ്ട്. പണി കിട്ടിയെങ്കിലും അത് ഭാവിക്കാതെ, മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ രക്ഷപ്പെടുവാനുള്ള ആ കഴിവാണ് അപ്പോസ്തലന്മാരെ ഈ കച്ചവടത്തിൽ പിടിച്ച് നിർത്തുന്നത്. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ പാണ്ഡൻ അപ്പോസ്തലന്റെ പാളിപ്പോയ ഒരു അത്ഭുത രോഗശാന്തി ഉടായ്പ് കാണുക. ഇതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്നും കാണുക. പണി പാളിയിട്ടും അവന്റെ ആ കോൺഫിഡൻസ്, അതിനാണ് ഒരു 25 പൈസ നാം എറിഞ്ഞു കൊടുക്കേണ്ടത്. ഒരുമിച്ച് വന്നതാണോ? നിങ്ങളൊരു ഭാര്യയും ഭർത്താവാണോ? അതെ. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്നേ. കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങൾക്ക്? എത്ര പേരുണ്ട്? 2 പേര്. എന്ത് ചെയ്യുന്നവര്? ഒരാള് +2, ഒരാൾ 9ാം ക്ലാസ്. പുറത്തോട്ട് ഇറങ്ങി നിന്നേ. എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ്ടേ? കണ്ണിന് കാഴ്ചയില്ല. എന്ത് പറ്റിയതാ കണ്ണിന്? കണ്ണിന് ബ്ലഡ് ഇറങ്ങി, അങ്ങനെ ഒരുപാട് ആശുപത്രിയിലൊക്കെ കൊണ്ട്. കാണത്തില്ല? കാണുന്നില്ല. ഒരു പുസ്തകം എന്നെങ്ങനെ എടുത്തേ. നിങ്ങൾ കാണത്തില്ലെന്ന് പറയുന്നത് സത്യം ഒന്നും കൂടെ അറിയണ്ടേ? ഇത് വിട്. നിങ്ങൾ കള്ളം പറയുകയാണെങ്കിലോ നമുക്ക് അറിയത്തില്ലല്ലോ. മറ്റേ കണ്ണടച്ചേ. ഏത് കണ്ണാ കാണാത്തത്? ഇത് കണ്ണടയ്ക്ക്. ഇത് കാണാവല്ലോ. സത്യമാണോ? കാണത്തില്ല. കാണുന്നില്ല. ഇനി നമുക്ക് പ്രാർത്ഥിക്കുകയല്ലേ സന്തോഷം? കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കില്ലേ നല്ലത്? നിങ്ങളെന്താ കൈ അടിക്കാത്ത? യേശുവേ ഇദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കണം. യേശുവേ അയാളുടെ കണ്ണ് തുറക്കണം. ബ്രദറെ, നിങ്ങളുടെ കണ്ണിനകത്ത് ബ്ലഡ് വെയിൻസ് പൊട്ടിപ്പോയി. നിങ്ങളുടെ കണ്ണിലെ ബ്ലഡ് വെയിനുകൾ പൊട്ടിയിട്ട് ബ്ലഡ് ലീക്കായി. ആ ലീക്കായ സ്ഥലത്ത് കറുത്ത സ്പോട്ടുകൾ വന്നു. എന്നിട്ട് റെറ്റിനെ അത് മറച്ചു കളഞ്ഞു. അതെ, ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് ആ മറഞ്ഞുപോയ റെറ്റിനയിലേക്ക് ദൈവശക്തി വ്യാപരിക്കാനാണ്. Now the name of Jesus. Thank you, Jesus. അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. Hallelujah. അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. Hallelujah. ആ കണ്ണുകളിൽ ബ്ലീഡ് ആയത് പൂർണ്ണമായും സൗഖ്യമാകട്ടെ. Amen. എന്താ കാണുന്നതെന്ന് പറ. കാണുന്നില്ല. എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ ആ 2 ചിന്ത വന്നപ്പോ എൻ്റെ കയ്യിൽ വ്യാപരിച്ചൊരു ദൈവസാന്നിധ്യം ഉണ്ട്. നിന്നുപോയി. എനിക്ക് മനസ്സിലായി ആ ചിന്തയാ തടസ്സപ്പെട്ടതെന്ന്. കുറച്ച് ദിവസം വരണം, നിങ്ങളുടെ ചിന്താഗതി മാറുകയും നിങ്ങളുടെ കണ്ണ് സൗഖ്യമാവുകയും ചെയ്യും. നീ രോഗിയായിരിക്കുന്ന ദൈവഹിതമല്ല. നീ പറയുന്നുണ്ടാകാൻ എന്റെ പാണ്ടെന്തായിരിക്കുന്നേ? നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ സ്വർഗത്തിൽ പോയിട്ടല്ല സ്വർഗം പ്രസംഗിക്കുന്നേ. പാണ്ഡൻ അപ്പോസ്തലന്റെ ഈ ഉടായ്പ് കണ്ട റോണി എന്ന ITV ന്യൂസ് പ്രേക്ഷകന്റെ പ്രതികരണം കേൾക്കുക. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെയും കൺവെൻഷൻ്റെ സമയമാണ്. പാസ്റ്റർമാർ ഭയങ്കര കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പണക്കൊയ്ത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേർക്ക് ഡിമായിട്ടുണ്ട്. കാരണം ഈ പഴയതിൻ്റെ കൂട്ടുള്ള വരുമാനങ്ങളൊന്നും ലഭിക്കുന്നില്ല. എന്നാലും ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഈ പാതിരികളുടെയും പാസ്റ്റർമാരുടെയും പുറകെ ഓടുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ സാമ്പത്തിക ഞെരുക്കവും രോഗങ്ങളും ഒക്കെ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് മാറും. കാരണം അതുപോലെയുള്ള പബ്ലിസിറ്റികളും അഡ്വർടൈസ്മെൻറ്റുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഹീലിംഗ്. ഇപ്പം ആൾക്കാർക്കും സമയമില്ല. ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് കടകൾ പോലെ തന്നെ രോഗസൗഖ്യങ്ങൾക്കും ഇപ്പോൾ കടകൾ തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. ഇന്ന് കടകളിൽ പോയി പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങുന്ന അതേ ലാഘവത്തോടെയാണ് ഇതുപോലെയുള്ള ബോർഡുകൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഇൻസ്റ്റൻ്റായിട്ട് ഹീലിംഗ് മേടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ. അപ്പോൾ ഇതുപോലെ ഈ ബോർഡ് വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താണ് ഈ നടക്കുന്നതെന്നുള്ളത്. ഇപ്പം പുറത്തു നിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ഒക്കെയുള്ള വീഡിയോസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നീടാണെങ്കിൽ പോലും അത് കാണാവുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്
ഈ മുതലാളി ഈ തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയാണ് അവിടെ കാണുന്നത്. അതായത് ഈ ഞായറാഴ്ചകളിൽ വിശ്വാസികളായ കസ്റ്റമേഴ്സ് വരുമ്പോൾ മുതലാളി പറയും, അതായത് ഈ പാസ്റ്ററായ മുതലാളി പറയും, അവനിവിടെ വന്നിട്ടുണ്ട്. ഏതവൻ? അതായത് ദൈവം. അവനിപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കും. അപ്പോൾ തൊഴിലാളിയായിട്ടുള്ള ഈ കസ്റ്റമേഴ്സ് വിശ്വസിക്കുന്ന തൊഴിലാളിയായിട്ടുള്ള അവന് ഇങ്ങോട്ട് വന്നിട്ട് ദൈവം വന്നിട്ട് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ മുതലാളി ചിലപ്പം കാലോ കയ്യോ ഒക്കെ വീശും. അപ്പോൾ കുറേ എണ്ണം തെറിച്ച് വീഴും. വീഴാത്തവനെ മുതലാളി തള്ളിയിടും. അപ്പം അങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ കഴിയുമ്പോൾ കുറേ എണ്ണത്തിനെ ഇതിനകത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരും. മൈക്ക് അങ്ങോട്ട് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ മുതലാളി ചോദിക്കും, ഇപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന മൊണ്ണയായ വിശ്വാസി പറയും, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വളരെയധികം പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു വലിയ അനുഭവമായിരുന്നു. എൻ്റെ പുറത്തെ മുഴ അല്ലെങ്കിൽ വേദന അവിടെ നിന്ന താരു മുതലാളി അല്ലെങ്കിൽ തങ്കു മുതലാളി അല്ലെങ്കിൽ സജിത് മുതലാളി ഇങ്ങനത്തെയുള്ള ഏതെങ്കിലും ഒരു മുതലാളിയുടെ പേര് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ കൈ അങ്ങോട്ട് കാണിച്ചപ്പോൾ ഇത് അങ്ങ് അപ്രത്യക്ഷമായിപ്പോയി, അല്ലെങ്കിൽ ഇതങ്ങ് ഉരുകിപ്പോയി എന്ന് പറയും. അപ്പോൾ കുറേ പുറകെ നിൽക്കുന്ന മൊണ്ണവിശ്വാസി ഈ സ്തോത്രമാകുന്ന ജയ്വിളികൾ അങ്ങോട്ട് തുടങ്ങും. താരി മുതലാളിക്ക് ജയ്, തങ്കു മുതലാളിക്ക് ജയ്, ടിനു മുതലാളിക്ക് ജയ്, ഇങ്ങനെ കുറേ ജയ്വിളികൾ അങ്ങോട്ട് ഉയരും. ഇതാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് പ്രോസസ്സ്. ഈ കടകളിൽ നടക്കുന്ന ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് പ്രോസസ്സ്. ഈ മണ്ടന്മാരെന്ന് പറയുന്ന ഈ മൊണ്ണകൾ എന്തുവാണ് ഈ വിശ്വസിച്ചിരിക്കുന്നത്? അതായത് ഇതുപോലെയുള്ള കള്ളന്മാരുടെയും തെമ്മാടികളുടെയും പോക്കറ്റിലിട്ട് എടുത്ത് ചലിപ്പിക്കുന്ന ഒരു യന്ത്രമാണോ ഈ ദൈവം എന്ന് പറയുന്നത്? അങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണോ ഈ ദൈവം? കുറച്ചെങ്കിലും ഒരു ബോധം ഉള്ള ഒരുത്തിന് ഒന്ന് വിചാരിച്ചാൽ പോരെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ നിൻ്റെ പോക്കറ്റിനുള്ളിൽ നിനക്ക് പണിയെടുപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണോ എന്നുള്ളത്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ഈ താരുവിൻ്റെ തരികിടയുടെ ഭാഗമായി ഇപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ തന്നെ ആൾക്കാരെയാണ് വലിയ വലിയ ഹീലിംഗ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വലിയ വലിയ വിടുതലുണ്ടാകുന്നെന്ന് പറഞ്ഞ് ഈ സാക്ഷ്യം പറയിപ്പിക്കുന്നത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയിപ്പിക്കുകയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഒന്നിലെ ഇവരുടെ ആളുകൾ വരാത്ത സമയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എന്നാൽ ഒത്താലൊക്കട്ടെ എന്ന് പറയും. നമ്മൾ ഈ മാവുള്ള മാവേൽ ഒന്ന് എറിഞ്ഞു നോക്കും, കല്ല് എവിടെയെങ്കിലും ഒന്ന് വീഴുമോ, അല്ലെങ്കിൽ ചിലപ്പം വീണേക്കും എന്ന് കണ്ട് എറിഞ്ഞു നോക്കുന്നൊരു മാവേലേർ നടത്താറുണ്ട്. ഇങ്ങനെ ഒരു മാവേലേർ ഈയിടെ താരു എറിയുന്നത് കണ്ടു. ഇപ്പോൾ താരുവിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, താരു ഒരു ENT സ്പെഷ്യലിസ്റ്റാണ്, ഗൈനക്കോളജിസ്റ്റാണ്, കാർഡിയോളജിസ്റ്റാണ്. കാരണം വെച്ചാൽ പുള്ളിക്ക് ഈ എക്സ്റേയുടെയോ MRIയുടെയോ ഒന്നും ആവശ്യമില്ല. ഒരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ജനിച്ചപ്പോൾ തൊട്ട് എത്ര പ്രായമായോ ആ പ്രായം തൊട്ട് അയാൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് പുള്ളിയുടെ എക്സ്റേ കണ്ണുകൾ കൊണ്ട്, ആ ലേസർ കണ്ണുകൾ കൊണ്ട് പുള്ളി കണ്ടുപിടിക്കും. എന്നിട്ട് പുള്ളി അതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും, മെഡിക്കൽ ഇതിൻ്റെ പറ്റിയിട്ടുള്ള എല്ലാ ഇതും പുള്ളി സംസാരിക്കും. അപ്പോൾ അത്രയ്ക്ക് വലിയ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഒരു ദമ്പതികളുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ പുള്ളി ആദ്യം എറിഞ്ഞ് നോക്കുന്നത്, കാരണം ഈ സ്ത്രീയുടെയും പുരുഷൻ്റെ കൂടെ അവരുടെ കുട്ടികളൊന്നും കാണുന്നില്ല. അപ്പം പുള്ളി ഓർത്തു മക്കളില്ലാതെ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും എന്നുള്ള ഒരു ധാരണയോടെ പുള്ളി ഒരു കല്ലെടുത്ത് മാവിലെറിയുന്നു. പക്ഷേ എറിഞ്ഞ കല്ല് മാങ്ങയിലല്ല കൊണ്ടത്, അത് മാവിൻ്റെ കമ്പേ തട്ടി പുള്ളിയുടെ തലയ്ക്ക് തന്നെ പതിക്കുന്ന അവിടെ കാണാൻ പറ്റും. പക്ഷേ അവർ വന്നത് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണിനൊരെണ്ണത്തിന് കാഴ്ചയില്ലാത്ത ഒരവസ്ഥയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, അതായത് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് മേടിക്കാൻ വന്നതാണ്. പുള്ളിയുടെ ഈ താരുവിൻ്റെ എക്സ്റേ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ പറ്റിയില്ല എന്താ അസുഖം എന്നുള്ളത്. അതുകൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത്? കാരണം ഇത് നിർത്തിയ ആളല്ല. നിർത്തിയ ആളാണെങ്കിൽ പിന്നെ അവരുടെ ഭൂമിശാസ്ത്രവും എല്ലാം ചരിത്രങ്ങൾ മുഴുവനും പുള്ളി അവിടെ എല്ലാവർക്കും കേൾക്കത്തക്ക രീതി വിവരിക്കും. അപ്പോൾ ഇത് നിർത്തിയ ആളല്ലാത്തത് കൊണ്ട് അയാളോട് ചോദിക്കേണ്ടി വന്നു എന്തിനാണ് വന്നത് എന്നുള്ളത്.
അപ്പോൾ അദ്ദേഹം പറയുന്നു കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുന്നു. താരു ഉടനടി അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു ഇപ്പോൾ എന്താ കാണാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ താരു പിന്നീട് രണ്ടാമതും പ്രാർത്ഥിക്കുന്നു, കാര്യമൊന്നുമില്ല. അപ്പോൾ ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ചെന്നാൽ കാണാം. അപ്പോൾ ഇതിനകത്ത് അവസാനം പുള്ളി പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിൽ, അതായത് ഈ ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് നടക്കുന്ന കടകളിൽ ചെല്ലുമ്പോൾ പാസ്റ്റർ മുതലാളി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ പാസ്റ്റർ മുതലാളി അവിടെ സൗഖ്യം കൽപ്പിച്ചാൽ നടക്കുന്നില്ലെങ്കിൽ അത് വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ കുഴപ്പം. അപ്പോൾ അവിടെ നടന്നാൽ അത് പാസ്റ്റർ മുതലാളിയുടെ കഴിവ്. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പോൾ ഈ താരു മുതലാളി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ ആഴ്ചകളിൽ ഇനി തുടർന്നുള്ള ആഴ്ചകളിൽ വരണം, പ്രാപിച്ചോളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് അവിടെ നടന്നത്, അതുകൊണ്ട് സൗഖ്യം പ്രാപിക്കാതെ പോയത്. പിന്നെ താരു മുതലാളി പറയുന്നത് രോഗം ദൈവഹിതമല്ല, സൗഖ്യമാണ് ദൈവഹിതം. അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ പാട് എന്തുകൊണ്ട് മാറുന്നില്ല? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അതായത് പുള്ളി പറയുന്നത് അത് നിൻ്റെ ബിസിനസ് അല്ല, അത് നിൻ്റെ കാര്യമല്ല, അത് എൻ്റെ കാര്യം, നീ തിരക്കേണ്ട കാര്യമില്ല. അതായത് പുള്ളി പറഞ്ഞത് നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അതിനെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ പോയിട്ടല്ല ഈ സ്വർഗത്തെ പറ്റി പറയുന്നത്. അത് എന്ത് വലിയൊരു കള്ളത്തരമാണെന്ന് കേട്ടോണം. കാരണം ഇതിന് മുമ്പ് തന്നെ ഒത്തിരി ആൾക്കാർ കണ്ടതാണ് ഇയാൾ സ്വർഗത്തിൽ പോയതും അവിടെ നിന്ന് നൈജീരിയൻ പാസ്റ്ററെ കൊണ്ടുപോയതും അവിടെ ഉള്ള യുവജനങ്ങളെ മൊത്തം സ്വർഗത്തിൽ കൊണ്ടുപോയതും. ആദ്യം ഈ നൈജീരിയൻ പാസ്റ്റർക്ക് PhD ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ കേട്ടതാണ്. എന്നിട്ട് പുള്ളി ഇപ്പോൾ പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ പോയിട്ടല്ല ഞാൻ സ്വർഗത്തെ പറ്റി പ്രസംഗിക്കുന്നത്. ഇപ്പം ഒരു ഉളുപ്പുമില്ലാതെ എന്തു വേണമെങ്കിലും ഈ മണ്ടന്മാരുടെ മുമ്പിൽ വിളിച്ചു പറയാം എന്നുള്ള ആ ഒരു ധൈര്യം, അതിനെ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ സത്യം എന്താണ്? ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു വമ്പൻ തട്ടിപ്പാണ് എന്നുള്ളത് എന്നാണ് ഇതുപോലെയുള്ള മണ്ടൻ വിശ്വാസികൾ മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം നിങ്ങൾ കാണുന്നത് ഈ ഇവന്മാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ്. അതായത് അത് ഈ ദൈവത്തെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു മിഷൻ പോലാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനല്ല, ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളല്ല. ദൈവത്തിൻ്റെ സമയമുണ്ട്. അതിൻ്റെ 1 മിനിറ്റ് മുമ്പ് ദൈവം പ്രവർത്തിക്കത്തില്ല, അതിൻ്റെ 1 മിനിറ്റ് ലേറ്റായിട്ടും ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവം ഒരു സമയവും ഒരു പദ്ധതിയും പ്ലാൻ ആക്കിയിട്ടുണ്ട്, അതനുസരിച്ചിട്ടേ നടക്കത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടതയിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല. കാരണം ബൈബിളിൽ വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നുണ്ട് ലോകത്തിൽ കഷ്ടതയുണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു. കാരണം ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്ന ഈ ലോകത്ത് കഷ്ടതകളുണ്ട്, അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ് ഇവരെല്ലാം ഈ കഷ്ടങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. പൗലോസ് എന്തുമാത്രം കഷ്ടങ്ങൾ സഹിച്ച വ്യക്തിയാണ്. പൗലോസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ബൈബിളിൽ നമുക്ക് കാണാം പൗലോസിൻ്റെ ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന പൗലോസിന് ഒരു രോഗമുണ്ടായിരുന്നു, പക്ഷേ അത് ഹീലിംഗ് കിട്ടിയിട്ടില്ലായിരുന്നു. അതായത് ദൈവത്തിൻ്റെ കൃപ മതി എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ 430 വർഷം യാതനകൾ അനുഭവിച്ചു. 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 38 വർഷം ഒരു തളർവാദ രോഗി ബെഥേസ്ദ കുളക്കരയിൽ കിടന്നു. ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരു കാലഘട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്തിന് 1 മിനിറ്റ് ദൈവം വൈകത്തില്ല, 1 മിനിറ്റ് ദൈവം ഏർലിയും ആകത്തില്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പം തന്നെ നമ്മുടെ നേച്ചറിനെ കുറിച്ച്, നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ച് നോക്കി, എല്ലാം ആ സീസൺ അനുസരിച്ചല്ല. അതിനൊരു കാലഘട്ടമില്ലേ? മഴയുടെ ഒരു കാലം, വേനലിൻ്റെ ഒരു കാലം, എല്ലാം ഒരു സമയത്തിനനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സമയമുണ്ട്, അതനുസരിച്ച് നടക്കത്തുള്ളൂ. അല്ലാതെ ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പ് നടത്തി ഇപ്പം, അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ കൂട്ടല്ല സൗഖ്യം മേടിക്കാൻ പോകുന്നതും. ദൈവത്തിന് ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അത് കഷ്ടതയിലൂടെ കഷ്ടതയോടെ നമ്മൾ കടന്നു പോയേ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും ആർക്കും കഴിയത്തില്ല. ചില
വ്യക്തികൾ അല്ലെങ്കിൽ ചില വിശ്വാസികൾ എന്ന് പറയുന്ന ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുകയോ അല്ലെങ്കിൽ മരുന്നെടുത്ത് ചികിത്സിക്കേണ്ട, ഈ പാസ്റ്റർമാരെന്ന് പറയുന്ന വ്യക്തികൾ അങ്ങോട്ട് കൈ വെക്കുമ്പോൾ വലിയ വിടുതലും അത്ഭുതങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ തിരുവചനം അനുസരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ടെന്നും അല്ലെങ്കിൽ ചികിത്സ നേടണ്ടെന്നും ഒന്നോട് പറയുന്നില്ല. രോഗികൾക്ക് വൈദ്യനെയും കൊണ്ട് ആവശ്യമാകുന്നുവെന്ന് തിരുവചനം പറയുന്നു. സുവിശേഷം എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ ലൂക്കോസ് ഒരു ഫിസിഷ്യനായിരുന്നു, അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. പൗലോസ് തീമത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദഹനക്കേടിന് അല്പം വീഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴ കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ പൗലോസ് ദഹനക്കേടിന് വീഞ്ഞ് സേവിക്കുന്നതിനെ പറ്റിയും യെശയ്യാവ് പരുവിന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട പുരട്ടുന്നതും പറഞ്ഞിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള റെമഡീസാണ്, അല്ലാതെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യന് ആവശ്യമെന്നും എന്തൊക്കെ വേണമെന്നൊക്കെ എല്ലാം കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗമാണെങ്കിൽ അതിന് ചികിത്സ തേടുന്നുണ്ട്, എന്താണ് കുഴപ്പം? ഇപ്പോൾ ഈ മാരകമായിട്ടുള്ള രോഗങ്ങൾ വെച്ചിട്ട് ചികിത്സ നേടാതെ പാസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെയും പുറകെ കാശ് കളഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ അവസാനം സ്വന്തം ജീവൻ തന്നെ കളയേണ്ടി വരുന്ന കളഞ്ഞിട്ടുള്ള എത്രയോ വ്യക്തികളുണ്ട്. ബൈബിൾ അനുസരിച്ച് നമ്മൾ മക്കളാണ്, നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്. അവിടെ പാസ്റ്ററിനും പ്രവാചകനും ഒന്നും പ്രത്യേക പരിഗണനയൊന്നുമില്ല. പ്രത്യേകിച്ച് തിരുവചനം പറയുന്ന അനുസരിച്ച് എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിക്കണം എന്നാണ്. ഇവിടെ തന്നെത്താൻ ത്യജിച്ച് അല്ലെങ്കിൽ ഇതിൽ നിന്ന് യാതൊരുതുമായിട്ടുള്ള ഭൗതിക നന്മകളെയും ത്യജിച്ച് ജീവിക്കുന്ന എത്ര പേരെയാണ്, എത്ര പാസ്റ്റർമാരെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? കോടികൾ കൊണ്ട്. ഇപ്പോൾ ഈ തങ്കുവിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ താരുവിൻ്റെയൊക്കെ ടിനുവിൻ്റെയൊക്കെ ഈ മീറ്റിങ്ങുകളിൽ കോടികളാണ് അവിടെ മറയുന്നത്. അതായത് ഇവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കോടികളാണ്. എന്നിട്ട് ഭൗതിക നന്മകളും ആർഭാടങ്ങളും കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വേഷഭൂഷാദികൾ സെറ്റപ്പുകളെല്ലാം നിങ്ങൾ നോക്കൂ, ഇതെല്ലാം തന്നെത്താൻ തേച്ച വ്യക്തികളാണെന്ന് ഓർത്തോണം. വില കൂടിയ കാറുകളിൽ നടക്കുന്നു, തന്നെത്താൻ തേച്ച വ്യക്തികളാണ്. ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവന്മാരെന്താണ് ചെയ്യുന്നത്? യേശു മാതൃക കാട്ടി ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുത്തു. കാരണം ദാസനാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഫിസിക്കലായിട്ട്, ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല, ഒന്നുമല്ല. ഫിസിക്കലായിട്ട് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുത്തതിൻ്റെ അർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ: ഞാൻ യജമാനല്ല, ദാസനാണ്. ഞാൻ നിന്നെ സേവിക്കാനാണ്, നിന്നെ ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരുവചനം പറയുന്ന അനുസരിച്ച് ശുശ്രൂഷകൻ തീർച്ചയായിട്ടും വളരെയധികം ഹമ്പിളായിരിക്കണം. ഇപ്പോൾ നമ്മൾ തന്നെയാണ് അതിനകത്തൊക്കെയും ഒരുപാട് കുറ്റക്കാർ. നമ്മൾ ഈ അമിത പ്രാധാന്യം പാസ്റ്റർമാർക്കും ഈ അച്ഛന്മാർക്കും കൊടുത്ത് ഇവരെ എന്തോ മഹാരാജാവിനെ പോലെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അത് വചനത്തിന് വിരുദ്ധമാണ്, അതങ്ങനല്ല. അതുപോലെ തന്നെ ഇവർക്ക് അധികാരത്തിൻ്റെ ഭാഷ കൊടുത്തത് ആരാണ്? ഇവർ ഈ അധികാരത്തെ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് കൊണ്ടുവരൂ, ഇങ്ങനൊരു ഭാഷയില്ല. ഇവർക്ക് അങ്ങനത്തെയുള്ള അധികാരങ്ങളൊന്നുമില്ല. ഇവർ തിരുവചനമെന്ന് പറയുന്നത് അത്രയ്ക്ക് ഹമ്പിളാണ്. അത് കൊണ്ട് നടക്കുന്ന, അത് പറയുന്ന ആൾ അതിനേക്കാട്ടിൽ ഹമ്പിളായിരിക്കണം. അല്ല, ഇവർക്ക് എന്ത് അധികാരമാണോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. തിരുവചനം അനുസരിച്ചിട്ട് അതുകൊണ്ടാണ് ദൈവദാസൻ, അതായത് ദൈവത്തിൻ്റെ വേലക്കാരൻ യജമാൻ്റെ ഭാവം എന്തിനാണ് എനിക്കത് മനസ്സിലാകുന്നില്ല. അമിത പ്രാധാന്യം കൊടുത്ത് ഇവരെ മഹാരാജാക്കന്മാരെ പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന തെറ്റ് ഇനിയെങ്കിലും നമ്മൾ തിരുത്തണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.